ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പെന്തക്കോസ്താ തിരുനാൾ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലോകം മുഴുവൻ നിറയുന്നതിന് വേണ്ടി, ലോകത്തിൻ്റെ മുഴുവൻ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലി ദൈവപിതാവിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. നാമം പൂജിതമാകണമേ, നിൻരാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ, Stay
സമ്പന്നനുമായ ദൈവമേ, മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അങ്ങയുടെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചതിന് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ലോകാവസാനത്തോളം മനുഷ്യരോട് ഒന്നിച്ച് വസിക്കുവാനും സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് അവരെ നയിക്കുവാനും പന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ നൽകിയ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആത്മശരീര നൈർമല്യത്തോടെ ഈ രക്ഷാരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. പാടും പുകഴുന്നു ഞാൻ സകലേശാനി തിരുനാമം വാഴ്ത്തിയിടും ഞാനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുട്ടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ നീക്കും. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം ഇപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ, പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന 19-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഗുരുവായി ശ്രദ്ധിക്കണമേ. ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടതിന്റെ 3-ാം മാസം 1-ാം ദിവസം ഇസ്രായേൽക്കാർ സീനായ് മരുഭൂമിയിലെത്തി. അവർ റഫീദിമിൽ നിന്നും പുറപ്പെട്ട് സീനായ് മരുഭൂമിയിൽ പ്രവേശിച്ച് മലയുടെ മുൻവശത്ത് പാളയം അടിച്ചു. മോശ ദൈവസന്നിധിയിലേക്ക് കയറി ചെന്നു. കർത്താവ് മലയിൽ നിന്നും അവനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: യാക്കോബിന്റെ ഭവനത്തോട് നീ പറയുക, ഇസ്രായേലിനെ അറിയുക, ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്ന് കഴുകന്മാരുടെ ചിറകുകളിൽ സംഭവിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റെതാണ്. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. ഇവയാണ് ഇസ്രായേൽക്കാരോട് നീ പറയേണ്ട വാക്കുകൾ. മോശ ചെന്ന് ജനത്തിന്റെ ശ്രേഷ്ഠന്മാരെ വിളിച്ച് കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അവരെ അറിയിച്ചു. ജനം ഏകസ്വരത്തിൽ പറഞ്ഞു: കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. ജനത്തിന്റെ മറുപടി മോശ കർത്താവിനെ അറിയിച്ചു. ദൈവമായ കർത്താവിന് സ്തുതി. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ പന്തക്കോസ്താ തിരുനാളിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒരു വിശ്വാസത്തിലേക്കട്ടെ. സഹോദരരെ, നിങ്ങൾ ആത്മീയ ദാനങ്ങളെ കുറിച്ച് അറിവുള്ളായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
നിങ്ങൾ വിജാതീയരായിരുന്നപ്പോൾ സംസാരശേഷിയില്ലാത്ത വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് അബദ്ധസഞ്ചാരം ചെയ്തിരുന്നത് ഓർക്കുന്നുണ്ടല്ലോ. ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണ് എന്നൊരിക്കലും പറയുകയില്ലെന്ന് യേശു കർത്താവാണെന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിനും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കുവാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിഭജിച്ചറിയുവാൻ കഴിവും വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. തന്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിന്റെ തന്നെ പ്രവർത്തികളാണ് ഇതെല്ലാം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വഴിയും സത്യവും ജീവനുമായ തിരുവചനം, മാംസമായ വചനം, രക്ഷയേകും വചനം, പാപച്ചങ്ങല പൊട്ടിച്ചെറിയും തിരുവചനം, ആത്മാവിൽ സന്തോഷം പകരും തിരുവചനം, സ്നേഹത്തിൻ വിത്ത് വിതയ്ക്കും ദൈവത്തിൻ വചനം, ആത്മാവിൽ സന്തോഷം പകരും തിരുവചനം, സ്നേഹത്തിൻ വിത്ത് വിതയ്ക്കും ദൈവത്തിൻ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീവൻ പകരും വചനമേ. ഹല്ലേലൂയ, 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 സ്നേഹം ചൊരിയും വചനമേ. ഹല്ലേലൂയ. മനസ്സിലാക്കുന്ന പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 16 വാക്യങ്ങൾ 5 മുതൽ 15 വരെ. എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കിലേക്ക് പോവുകയാണ്. എന്നിട്ടും നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ട് നിങ്ങൾ ഇനിമേൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർവ്വതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയായിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും.
പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പെന്തക്കോസ്ത് തിരുനാൾ, സഭയുടെ ആദ്യത്തെ പിറന്നാൾ ദിവസം. ഈശോ തൻ്റെ വാക്കുകൾ കൊണ്ടും ജീവിതം കൊണ്ടും മരണം കൊണ്ടും ഉത്ഥാനം കൊണ്ടും രൂപപ്പെടുത്തിയ ആദ്യത്തെ ആ വിത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ആദ്യത്തെ ഇലയും തളിരുമായിട്ട് ഈ ഭൂമിയിൽ പിറന്ന ദിവസം. നമുക്ക് പെന്തക്കോസ്ത് തിരുനാളിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കടന്നു പോകേണ്ടത് അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ ആദ്യത്തെ 1, 2 അധ്യായങ്ങളിലേക്കാണ്. പെന്തക്കോസ്ത് അനുഭവം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെയാണ്. ഈശോ തന്റെ മരണത്തിന് ശേഷം ശിഷ്യന്മാരെല്ലാവരും പല സ്ഥലത്തേക്ക് ചിതറിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ അവിടുത്തെ ഉത്ഥാനത്തിന് ശേഷം ക്രിസ്തു സ്വർഗത്തിലേക്ക് സ്വന്തം പിതാവിന്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്റെ ശിഷ്യരോട് പറയുന്നുണ്ട്, നിങ്ങൾ നഗരത്തിൽ നിന്ന് വിട്ടുപോകരുത്, നിങ്ങൾ ഒരുമിച്ച് അവിടെ ഉണ്ടാകണം. ചിതറിക്കപ്പെട്ട തന്റെ ശിഷ്യഗണത്തോട് ഈശോ അവസാനമായി പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. കാരണം ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് എന്റെ സഹായകൻ നിങ്ങളിൽ ആവസിക്കുന്നതുവരെ നിങ്ങൾ ഭയചകിതരായിരിക്കും. പക്ഷേ നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കണമെന്ന് ഈശോ തന്റെ ശിഷ്യരോട് പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ കാണുന്നത് ഈശോയെ തന്റെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം ഒരു മലയിൽ നിന്ന് ശിഷ്യഗണങ്ങൾ ജെറൂസലേമിലേക്ക് വരുന്നതും അവിടെ ഊട്ടുശാലയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധ അമ്മയോടൊപ്പം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതുമാണ് നമ്മൾ കാണുന്നത്. ഈ ഊട്ടുമുറിയാണ് കത്തോലിക്ക സഭയുടെ തിരുസഭയുടെ ആദ്യത്തെ ദേവാലയം. 120 പേർ പരിശുദ്ധ അമ്മയോടൊപ്പം നിരന്തരമായ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയെ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് വേണ്ടി. സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്, ഈശോയുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്ന സന്ദർഭങ്ങളിലെല്ലാം പ്രാർത്ഥനയുടെ സാഹചര്യങ്ങളിലാണ്. ഈശോ കൈകൂപ്പി ജോർദാനിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും താബോർ മലയിൽ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ അരൂപി അവിടെ നിറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുന്നത്. ഈശോ ഇന്നും നമ്മളോട് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കണമെന്നാണ്, ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി. അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, ചിതറിക്കപ്പെട്ട ശിഷ്യഗണങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത്, നിങ്ങൾ ചിതറിക്കപ്പെടരുത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന, ഒരു മനസ്സോടും ഒരു ഹൃദയത്തോടും കൂടി പ്രാർത്ഥിക്കുന്ന ശിഷ്യഗണത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുകയാണ്. പെന്തക്കോസ്ത് അനുഭവം എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ ഒരു മനസ്സോടുകൂടി പ്രാർത്ഥനയോടുകൂടി ചേർന്നിരിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകും. ഇന്ന് ദേവാലയങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒരു പരിധിവരെ അകറ്റപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ്. പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട്, എന്തുകൊണ്ട് ദേവാലയത്തിൽ ഒരുമിച്ചിരിക്കണം? നമുക്ക് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, നമുക്ക് തനിയെ പ്രാർത്ഥിച്ചാൽ പോരെ? ഇതിനുള്ള മറുപടി ഈ പെന്തക്കോസ്ത് ദിവസം നമുക്ക് തരുന്നുണ്ട്. നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപ അവിടെ നിറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് തിരുസഭ പറയുന്നത്, നമ്മൾ ഒരു കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നിടത്ത് ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകും. അതുകൊണ്ടാണ് വിശുദ്ധ ബലികൾ നമ്മുടെ കുടുംബത്തിന്റെ കൂട്ട പ്രാർത്ഥനകളായി മാറുന്നത്. അവിടെയാണ് ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുന്നത്. വീണ്ടും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ശിഷ്യന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ യൂദാസിന് പകരം മത്യാസിനെ പുതിയ ശിഷ്യഗണത്തിലേക്ക് ചേർക്കപ്പെടുന്നു. വീണ്ടും 10 ദിവസം നീളുന്ന പ്രാർത്ഥന, ധ്യാനത്തിന്റെ ഒരു ലോകം. അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെയാണ് സാക്ഷ്യപ്പെടുന്നത്, അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ മുറി നിറയെ ഒരു കൊടുങ്കാറ്റിന്റെ ആരവം ഉണ്ടായി. അവരെല്ലാവരും ഭയചകിതരായി. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്തോ അവിടെ സംഭവിക്കുന്നു. ഉടനെ തീനാളങ്ങളുടെ രൂപങ്ങൾ അവരുടെ ശിരസിന് മുകളിൽ വന്ന് നിൽക്കുന്നത് അവർ കാണുന്നു. അവർ ശക്തി പ്രാപിച്ചു.
അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട്, പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി യഹൂദജനം മുഴുവൻ ജെറൂസലേമിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഈ അനുഭവങ്ങൾ നടക്കുന്നത്. ഈ ഭവനത്തിൽ നിന്ന് വലിയ ഒരു സ്വരം കേൾക്കുമ്പോൾ ജനക്കൂട്ടം അങ്ങോട്ട് ഓടിക്കൂടുകയാണ്. അവിടെ യഹൂദരുണ്ട്, വിശുദ്ധഗ്രന്ഥം സാക്ഷ്യപ്പെടുന്നുണ്ട്, ലോകത്തിലുള്ള എല്ലാ നാട്ടിൽ നിന്നുള്ള യഹൂദരുണ്ട്, യഹൂദ മതത്തിലേക്ക് മാനസാന്തരപ്പെട്ടു വന്ന വിജാതിയരുണ്ട്, വിവിധ മതക്കാരും വിവിധ ഭാഷ സംസാരിക്കുന്നവരുണ്ട്. അവരെല്ലാവരും അവിടെ ഒരുമിച്ച് കൂടുകയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നറിയാനായിട്ട് അവരോട് ശിഷ്യന്മാർ സംസാരിക്കുകയാണ്. വിശുദ്ധഗ്രന്ഥം പറയുകയാണ്, അവർ ഒരു ഭാഷയിൽ സംസാരിച്ചു. അവിടെ ഉണ്ടായിരുന്ന വ്യത്യസ്തരായ മതക്കാരെല്ലാം അവരുടെ സ്വന്തം ഭാഷയിൽ അത് ശ്രമിച്ചു. ഭാഷ ചിതറിക്കപ്പെട്ട ഒരു അനുഭവം പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. ബാബേൽ ഗോപുരത്തിന്റെ കഥ പറയുന്നിടത്ത് ഭാഷയെ ചിതറിച്ച ഒരു സംഭവം പറയുന്നുണ്ട്. അഹങ്കാരം നിറഞ്ഞ ഒരു മനുഷ്യ സമൂഹം ദൈവത്തെക്കാൾ വലിയവരാണ് തങ്ങൾ എന്ന് വിചാരിക്കുന്നിടത്ത് ദൈവം അവരുടെ ഭാഷയെ ചിതറിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഭാഷയെ ചിതറിക്കുന്നത്, വ്യത്യസ്തമായ ഭാഷകളിൽ സംസാരിക്കുന്നത്, നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ ആളുകൾ സംസാരിക്കുന്നത്, ചിതറിക്കപ്പെടുന്ന അഹങ്കാരം മനസ്സിൽ നിറയുമ്പോൾ ചിതറിക്കപ്പെടുന്ന അനുഭവങ്ങളാണ്. ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. ഇത് നമുക്കറിയാം. നമുക്ക് പറയുന്ന പല കാര്യങ്ങളും ആർക്കും മനസ്സിലാകുന്നില്ല. കാരണം മനസ്സിൽ, ഹൃദയത്തിൽ ആത്മാവിന്റെ നിറവില്ല. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, ശിഷ്യന്മാർ ഒരൊറ്റ ഭാഷയിൽ സംസാരിക്കുകയും അവിടെ കൂടിയിരുന്ന എല്ലാ ജനങ്ങളും അവരുടെ സ്വന്തം ഭാഷയിൽ അത് കേൾക്കുകയും ചെയ്യുന്നു. വിവിധ ഭാഷകളെ പരിശുദ്ധാത്മാവ് ഒരുമിച്ച് ചേർക്കുന്നത് നമ്മൾ കാണുകയാണ്. ഐക്യത്തിന്റെ ആത്മാവാണിത്. ഇതാണ് ഐക്യത്തിന്റെ ആത്മാവ്. പക്ഷെ അവിടെയും നമ്മൾ കാണുന്നുണ്ട്, കുത്തിത്തിരിപ്പുകാർ എവിടെയും ഉണ്ട് എന്ന് പറയുന്നത് പോലെ ശിഷ്യന്മാർ പ്രസംഗിക്കുന്ന കേൾക്കും പറയുകയാണ്, അവർ മദ്യപിച്ചത് കൊണ്ടാകാം. ഇന്നും വചനം പ്രഘോഷിക്കുന്നവരെ കുറിച്ച്, ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിൽ സംസാരിക്കുന്നവരെ കുറിച്ച് പലപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തലുകളും അപമാനിക്കപ്പെടലുകളും ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. കാരണം ആത്മാവിന്റെ നിറവുള്ളവർക്ക് മാത്രമേ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അവിടെ കൂടിയിരുന്ന 3000-ലധികം പേർ ദൈവത്തിന്റെ ഈ സ്വരത്തിന് കാതോർക്കുകയും ആത്മാവിന്റെ സ്വരത്തിന് മുമ്പിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ഇതാണ് ആത്മാഭിഷേകം. ഒരു വ്യക്തിയിൽ, ഒരു സമൂഹത്തിലുണ്ടായാൽ അത് മറ്റുള്ള സമൂഹത്തിലേക്ക് മുഴുവൻ പടർന്നു പിടിക്കുന്ന അനുഭവമായി തീരുമെന്ന് പറയുന്നത്. ആ 3000 പേർ അവിടെ നിന്ന് യേശുവിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരികയും യേശു കർത്താവും രക്ഷകനുമാണെന്ന് ഏറ്റുപറയുകയും ചെയ്യുന്ന അനുഭവം. സ്നേഹമുള്ളവരെ, പന്തക്കുസ്ത അനുഭവം എന്ന് പറയുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു അനുഭവം മാത്രമല്ല, ഇന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ ദിവസവും നടക്കേണ്ട അനുഭവമാണ്. എവിടെയൊക്കെ നമ്മൾ ഭയം കൊണ്ട് ശിഷ്യന്മാരെ പോലെ മുറിയിൽ അടച്ചു പൂട്ടിയിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്ക് ശക്തിപ്പെടുത്തണമേ എന്ന്. ഇന്നും വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നില്ലേ? നമ്മളും ഭയപ്പെടുന്നില്ലേ? മറ്റുള്ളവർ വിമർശനങ്ങളെ നമ്മൾ ഭയപ്പെടുന്നില്ലേ? കർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയുവാൻ നമ്മൾ ഭയപ്പെടുന്നില്ലേ? നമുക്ക് വേണ്ടത് നമ്മുടെ ശക്തിയല്ല, ആത്മാവിന്റെ ശക്തിയാണ്. യേശുവിന്റെ ശിഷ്യന്മാരോട് പറയുന്നത് പോലെ, ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളെ ശക്തിപ്പെടുത്താൻ എൻ്റെ സഹായകൻ വരും. ഞാൻ പണ്ടൊക്കെ പറയുമായിരുന്നു, കേരളത്തിലെ കത്തോലിക്ക സഭ ഏറ്റവും ഭാഗ്യപ്പെട്ട സഭയാണ്, ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള സഭയാണ് വിശ്വാസത്തിന്റെ പേരിൽ. കാരണം ഒരടിച്ചമർത്തലോടോ ഒരു വിശ്വാസത്തിനെതിരായിട്ടുള്ള ഒരു വാക്ക് പോലുമോ കേൾക്കാത്ത സ്ഥലമായിരുന്നു. പക്ഷേ ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ നമുക്കറിയാം എത്രമാത്രം വിശ്വാസപരമായിട്ട് നമ്മൾ പരീക്ഷിക്കപ്പെടും. ഈ സമയത്ത് ഈ ശിഷ്യന്മാരെ പോലെ പരിശുദ്ധ അമ്മയുടെ കൂടെ ഒരുമിച്ചിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി. ആ ആത്മാവ് നിറയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. ആരുടെ മുമ്പിലും, വാളിന്റെ മുമ്പിലോ മരണത്തിന് മുമ്പിലോ ഭയപ്പെടാതെ നടന്ന ശിഷ്യന്മാരെ പോലെ നമുക്കും ശക്തി കിട്ടും. കാരണം ഉദ്ധിതനായ ക്രിസ്തു നമ്മുടെ രക്ഷകനെ പ്രഘോഷിക്കുക എന്നതിനേക്കാൾ അധികമായിട്ട് ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ലെങ്കിൽ നമ്മുടെ ജീവിതം ശക്തി പ്രാപിക്കും. ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ഇറങ്ങി പുറപ്പെടുന്ന രംഗങ്ങളാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ മുഴുവൻ നമ്മൾ കാണുന്നത്. അവരുടെ മുമ്പിൽ ഭൂവിരിച്ച വഴികളോ അംഗീകാരത്തിന്റെ വഴികളോ ഒന്നും കാണുന്നില്ല. മരണവും വാളും പീഡനങ്ങളുമായിരുന്നു. പക്ഷേ അവരുടെ ഹൃദയം സന്തോഷപൂരിതമായിരുന്നു. കാരണം അവരുടെ ലക്ഷ്യം എന്താണെന്ന് അവർക്കറിയാമായിരുന്നു. ആത്മാവിന്റെ നിറവിലാണ് അവർ ജീവിച്ചത്. ഈ ആത്മാവിന്റെ നിറവിന് വേണ്ടി ഈ പന്തക്കുസ്ത ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ നിറവുണ്ടാകണം, നമ്മുടെ സഭയിൽ നിറവുണ്ടാകണം. ഒരു മനസ്സോടുകൂടി, ഐക്യത്തോടുകൂടി നമുക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ശിഷ്യന്മാരെ പോലെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ അഭിഷേകം നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും സഭയിലും നിറയട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ മേൽദക്ഷിണ പിതാവുമായ മാർ സെബാസ്റ്റ്യൻ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിതങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ധാരാളമായി നൽകി അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നരുളി ചെയ്ത മിശിഹായെ, സുവിശേഷ ഭാഗ്യങ്ങൾ പത്തുവിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന്റെ സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ പിതാവായ മാർ തോമസ് ലീഹയുടെ മാതൃക അനുകരിച്ച് നിന്നോട് കൂടെ മരിക്കുവാൻ സന്നദ്ധരായ അനേകം മിഷണറിമാരെ ഭാരതത്തിന് നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനേകരുടെ മാനസാന്തരത്തിന് വേണ്ടി നിന്റെ ബലിയോട് ചേർത്ത് തങ്ങളുടെ ജീവിത ബലി അർപ്പിക്കുവാൻ ക്ലേശം അനുഭവിക്കുന്നവർ ശക്തരാകേണ്ടതിന് നിന്റെ അരൂപിയെ അവർക്ക് നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാനപുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്നേഹന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ ന്യായങ്ങൾക്ക് യോഗ്യമായ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. മധുപോലാത്മജനം ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. ആദിയിലെ പോലെ
വസിക്കുന്നു മൃതരെല്ലാരും നിൻ മഹിതോദ്ധാരത്തിൽ ശരണം തേടുന്നു ഉത്തിതരായിടുവാൻ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്വയമായി തടിപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്വൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായി ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതി ലഭിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാതിരക്കീസും മരുമത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകരുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഇവരെ നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിന്റെ ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കൃപാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സർവ്വത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ രക്തങ്ങളാ ദിവ്യരഹസ്യങ്ങൾ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാവികളുമായിരുന്നിട്ടും കരുണപൂർവ്വം ഞങ്ങളെ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും പരിഹരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശുദ്ധിയോടും കൂടെ കർത്താവിനെയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ.
ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാന്തര ഭക്തിയോടും കൂടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളെ സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് ധന്യതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളായിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂബന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ ശ്രദ്ധിച്ചുകൊണ്ട് അവർ ഒന്നിയെ ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു.
ചേർന്ന് ഒന്നായി പാടുന്നു ഓശാന. ക്രോരേ മാസ്ട്രാപ്രീമ സ്വർഗീയരും ചേർന്ന് ഒന്നായി പാടുന്നു ഓശാന. ഓശാന, ഓശാന, കർത്താവ് ദൈവത്തിൻ ഓശാന. ഓശാന, ഓശാന, കർത്താവ് ദൈവത്തിൻ ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോട് അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മശാസ്ത്രം, അങ്ങയോട് സദൃശനും അങ്ങയുടെ പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാന നിലനിർത്തുന്ന കാര്യമായി പരിഗണിക്കാതെ അവിടെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും കൃത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ്ണ മനുഷ്യനായി സ്ത്രീനിഷാദനായി നിയമത്തിന് അതീതാരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, കൽപ്പിച്ചതുപോലെ ഇവരും ബലഹീനമാത്രമായ ദാസന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം ഒത്തിരി അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എന്റെ ദൈവീശ്വരൻ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതപതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും വ്രതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടകക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങൾ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ ഭരണാധികാരിയുമായ റോമാലി മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവ് മേലധ്യക്ഷനുമായ മാർ സെബാസ്റ്റ്യൻ മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്ധകളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമാകുന്നതുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന
ഈ സമൂഹത്തിനു വേണ്ടിയും ലോകം മുഴുവന്റെയും സൗഖ്യത്തിനു വേണ്ടിയും ഞങ്ങളെല്ലാവരുടെയും പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിന്റെയും മാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ ഔന്നത്യവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശ്വംശയാൻ യേശുവെന്നും ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. യഥാർത്ഥ ദൈവമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, വന്നവന്മാർ, വേദപാരകന്മാർ, പ്രധാനന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസ സജീവവും ജീവദായകവും അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു എന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവിയുടെവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശ്വംശിഹായുടെ വിടാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മകനീയവും ഭക്തിയനവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ശക്തരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസന്റെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാപകവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തെ ശാന്തരാൽ ഞങ്ങൾ അർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ പൂഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാഗ്രഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
നമ്മുടെ കർത്താവിശുവും ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളെ സമീപിക്കാം. അനന്താവുകളാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സമത്രിനാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും പടിഞ്ഞ് നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുത്വത്തിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇപ്പൊ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാവട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങൾക്ക് അനുഗ്രഹം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സുഗ്രായത്തിൽ സകല വിശുദ്ധരോടും സ്തുതിക്കുവാൻ അടത്തരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അതരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിന്നവന്റെ സൈന്യങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും എന്നേക്കും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കുർബാനാവിഷയത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരോഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവനത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും കർത്താവേ, നിന്റെ സഹായത്താൽ വിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി സമരം ചെയ്ത് വിജയം വരിച്ചു. നിന്റെ ആത്മസമർപ്പണം അവരെ ധൈര്യപ്പെടുത്തുകയും നിന്റെ സ്നേഹം അവർക്ക് പ്രചോദനം അരുളുകയും ചെയ്തു. അവരോടുകൂടെ ഭാവി ജീവിതത്തിന്റെ പ്രത്യാശയെ ഞങ്ങളും പങ്കുചേരുകയും ഭക്തിയാദരപൂർവ്വം ഈ ദിവ്യരഹസ്യങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നു. രക്തവും ആമേൻ.
ജീവദായകവും ദൈവികവുമായ ഈ ദേശങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കിടാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ കഥാവായ ദൈവത്തിന് ഹൃദയം സമർപ്പിക്കാം. ആദരണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലിവഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞതയർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായെ നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. ദിവ്യാത്മാവിൻ ധാരങ്ങൾ സ്നേഹപിതാവാം സകലേശൻ ധീരവു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവനിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലെ നീ ബലിയിൽ പങ്കാളികളാമകിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയാനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയേഴും രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമകിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്ഥേ, ഞങ്ങളുടെ കർത്താവിന്റെ കരുണമേ സുസ്ഥേ. ഞങ്ങൾ സ്വീകരിച്ച കുർബാന പ്രവൃത്തിക്കും പാവനവും ഗുണത്തിനും കാരണമാകട്ടെ. ബലിയർപ്പിക്കുവാനുള്ള മൂല്യോ നിറഞ്ഞുകൂടാം. എത്രയും ദയുള്ള മാതാവേ, അവതരിച്ച വചനത്തിൻ മാതാവേ, എന്നെ അപേക്ഷിക്കാതെ നിത്യപുരോധനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാത്തും വരാതെ അങ്ങേ തിരുദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നലിയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തെ മകനെ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തി നിത്യ സൗഭാഗ്യത്തിന്റെയും മൗഢവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാവർക്കും പന്തക്കുസ്ത തിരുനാളിന്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു. മുൻമഴ പെയ്യുന്ന പരമപിതാവേ,